This program is brought to you by Pranav Movies, the ultimate digital experience. കണ്ടില്ലേ, ജില്ലാ കമ്മിറ്റികൾ സ്ഥാനാർത്ഥികളെ നിർണയിച്ചു. പരാതിയില്ല, പരിഭവമില്ല. ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ഇപ്പോഴേ വിജയിച്ചു. ഒരു മണ്ഡലത്തിൽ നിന്ന് 7 പേരെ വീതമല്ലേ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അടി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ സഹാവേ. ഈ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന അങ്ങ് ദേശീയ തലത്തിലാണ്. കണ്ടില്ലോ, 40 എണ്ണത്തിനെ നിരത്തി അങ്ങ് നിർത്തിയിരിക്കുന്നത്. അവരൊക്കെ അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അസംബ്ലിയിൽ ഇരിക്കുന്നതായിട്ട് മനപ്പായസം കുടിക്കാം. ഈ വിട്ടിച്ചോർക്കെത്തി താഴോട്ട് ഇറങ്ങി നോക്കാം. ഇപ്രാവശ്യം കണ്ടോ, തെക്ക് താമര വിരിയും, വടക്ക് പിന്നാലേലും വിരിയും. താമരയല്ല, കോഴിയട വച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, അതാ വിരിയുന്നത്. അല്ല സഖാവേ, അപ്പൊ നമ്മളെ ആര് നയിക്കും? ഇലക്ഷന് മുൻപ് നേതാവിനെ തീരുമാനിക്കരുതെന്നും ഇലക്ഷന് ശേഷം PB തീരുമാനിച്ചോളാമെന്നും കമ്മ്യൂണിസ്റ്റ് മാനിപക്ഷയില് അടിവരയിട്ട് പറഞ്ഞിരിക്കുക. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി സഖാവേ. ഈ VS-ന്റെ പേര് ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ടോ? അത് പിന്നെ അങ്ങനല്ലയോ. VS കേന്ദ്ര കമ്മിറ്റി അംഗവും റിട്ടയർഡ് പോളിറ്റ് ബ്യൂറോ അംഗമാ. പുള്ളിയുടെ പേര് അങ്ങ് മോളി തീരുമാനിച്ചോളും. മോളിന്ന് തീരുമാനിക്കുവല്ല സഖാവേ, മോളിന്ന് വെട്ടുമെന്ന് പറ. എന്തായാലും 5 വർഷമായിട്ട് തകർന്നു കിടന്ന ഈ LDF സർക്കാരിന് ഓക്സിജൻ കൊടുത്ത് ജീവൻ നൽകി ഇത്രയും ഉദ്ദേശിച്ച് ആരാ? ആ VS അല്ലയോ? പിള്ളയെ അകത്താക്കി, ശശിയെ പൊക്കി, സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നു. എന്തായാലും ആശ 2 മാസം കൊണ്ട് അടിച്ച് കലക്കില്ലയോ? വിവരക്കേട് പറയാതെ. ഇതൊന്നും VS-ന്റെ മാത്രം നേട്ടമല്ലെന്നേ, പാർട്ടിയും ഗവൺമെന്റും കൂടിയുള്ള ഒരു കൂട്ടുത്തരവാദിത്വമല്ലയോ. പിന്നെ അതിന്റെ അമരക്കാരൻ VS-ആ. ഒടിഞ്ഞു കുത്തി മുന്നിൽ നിന്നങ്ങ് നയിച്ചോളും. പാലം കടക്കുള്ളൂ നാരായണ നാരായണ, പാലം കടന്നാൽ പൂരായണ പൂരായണ.